നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാദ വ്യവസായി ഫാരിസ് അബൂബക്കറെ വെറുക്കപ്പെട്ടവനെന്നാണ് VS അച്യുതാനന്ദൻ വിശേഷിപ്പിച്ചിരുന്നത്. നിലവിൽ സംസ്ഥാനത്തെ പ്രമുഖനായ വെറുക്കപ്പെട്ടവൻ ആരാണെന്ന് ചോദിച്ചാൽ ആരും കണ്ണുമടച്ചു പറയും മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന്. കാരണം സംസ്ഥാനത്തെ സാധാരണക്കാരെ അത്രയ്ക്ക് വെറുപ്പിച്ചു കഴിഞ്ഞു പിണറായി സർക്കാർ. ധനപ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ചത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സാധാരണക്കാരെയാണ്. 6 മാസമായി ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്. പ്രായമായവരടക്കം മരുന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടുന്നു. സപ്ലൈകോയ്ക്ക് പണം നൽകാത്തതിനാൽ അവശ്യ സാധനങ്ങളുമില്ല. സർക്കാർ പറഞ്ഞിട്ട് ജനകീയ ഹോട്ടൽ തുടങ്ങിയവർക്ക് പണം കൊടുക്കാനുണ്ട്, അവർ ബുദ്ധിമുട്ടിലാണ്. കോൺട്രാക്ടർമാർക്ക് വലിയ കുടിശ്ശികയുമുണ്ട്. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ ട്രഷറിയിൽ നിന്ന് മാറുന്നില്ല. എന്നാൽ KV തോമസിനെ പോലെയുള്ള പിണറായി ഭക്തരുടെ ഓണറേറിയം കുടിശ്ശികയായ 12 ലക്ഷം ഈ ദുരിതകാലത്തും മാറിക്കൊടുത്തു. അങ്ങനെ പിണറായി സർക്കാർ അടിമുടി ജനവിരുദ്ധമായതോടെയാണ് ശനിയാഴ്ച ചേർന്ന CPI സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പൊട്ടിത്തെറിയുണ്ടായത്. തുടർഭരണം ലഭിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചത് സപ്ലൈകോയായിരുന്നു. സപ്ലൈകോയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈ തെളിഞ്ഞെന്ന് സംസ്ഥാന കൗൺസിൽ അംഗവും മന്ത്രിയുടെ ഭാര്യയുമായ R ലതാദേവി പരിഹസിച്ചത്. CPMന്റെ നേതൃത്വത്തിൽ ധൂർത്തും ആഡംബരവുമാണ് നടത്തുന്നതെന്ന് മറ്റ് ചില അംഗങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിക്കുന്നത് 35 ലക്ഷം രൂപയുടെ കാറാണ്. അത് ആഡംബരമല്ലെന്നാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ ക്യാപ്സൂൾ. കേന്ദ്രത്തിൽ ആര് ഭരിച്ചാലും ക്യാബിനറ്റ് മന്ത്രിമാർക്ക് 10 മുതൽ 12 ലക്ഷം വരെ വിലയുള്ള കാറ് വാങ്ങാനേ അധികാരമുള്ളൂ. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ അതേ റാങ്കാണ് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർക്കും ഉള്ളതെന്ന് ഓർക്കണം. മന്ത്രിമാർക്കും MLAമാർക്കും പരിധിയില്ലാതെ ചികിത്സാ ചെലവിന് പണം നൽകുന്നത് കേരളത്തിൽ മാത്രമാണ്. ഇത് ജനങ്ങളോട് കാട്ടുന്ന അനീതിയാണ്. ഇതൊക്കെ ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷം പോലും തയ്യാറാകുന്നില്ല. സംസ്ഥാനത്തെ നികുതി പിരിവ് കാര്യക്ഷമമല്ല. 45% സ്ഥാപനങ്ങൾ ബില്ല് കൊടുക്കാതെ കച്ചവടം നടത്തുന്നെന്ന് GST ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. എന്നിട്ടും അത് കാര്യക്ഷമമാക്കാനും ചെലവ് കുറയ്ക്കാനുമുള്ള യാതൊരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല. ജ്വല്ലറികളിൽ നിന്ന് 1000 കോടി രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത്. 2017 ഗ്രാമിന് 500 രൂപയായിരുന്നു വില. അന്ന് ഈടാക്കിയിരുന്ന നികുതിയാണ് ഇന്നും ഈടാക്കുന്നത്. ഇതൊന്നും ശ്രദ്ധിക്കാൻ സർക്കാരിന് താല്പര്യമില്ല. പകരം കടമെടുത്ത് ധൂർത്ത് നടത്തുന്നതിനാണ് താല്പര്യം. അത് നല്ല ധനകാര്യ മാനേജ്മെന്റിന്റെ ലക്ഷണവുമല്ല. വരവിൽ കൂടുതൽ ചെലവഴിക്കുന്നത് കൊണ്ടാണ് കേരളത്തിന് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടുന്നത്. അല്ലാതെ അത് അവകാശമല്ല. അവകാശമാണെന്ന രീതിയിലുള്ള പ്രചാരണമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് പണം അനുവദിക്കുന്നത്. അത് കൂടുതൽ കൊടുത്താലും കുറച്ചു കൊടുക്കാനൊക്കില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യമെടുത്താൽ കേന്ദ്രം 60%, സംസ്ഥാനം 40% തുക ചെലവഴിക്കണം. അത് കിട്ടുന്നത് കാര്യക്ഷമതയോടെ പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിന് അനുസരിച്ചിരിക്കും. പലപ്പോഴും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ അത് ചെയ്യാറില്ല. മാർച്ചിൽ സാമ്പത്തിക വർഷം അവസാനിക്കും മുൻപ് പല പദ്ധതികളും ഓടിച്ചിട്ട് നടപ്പാക്കുന്നത് ഈ സാമ്പത്തിക വർഷം 25,000 കോടി രൂപയുടെ പദ്ധതികളാണ് കേരളം ഇനിയും പൂർത്തിയാക്കാനുള്ളത്. ഇത്തരത്തിൽ കെടുകാര്യസ്ഥതയുടെ അങ്ങേയറ്റമാണ് ഇടത് സർക്കാർ കാണിച്ചുകൂട്ടുന്നത്. സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ച് CPI ജില്ലാ സമ്മേളനങ്ങളിലടക്കം മുൻപും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മുഖ്യമന്ത്രി 40 പേരുടെ അകമ്പടിയോടെ പോകുന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു അത്. ഇത്തവണത്തെ ബജറ്റിന് മുൻപ് CPIയുമായി യാതൊരു കൂടിയാലോചനയും നടന്നില്ല. ഭക്ഷ്യം, കൃഷി, റവന്യൂ, മൃഗസംരക്ഷണം എന്നീ വകുപ്പുകളുടെ വിഹിതം 8% വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ഇതിലുള്ള പ്രതിഷേധം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPMനെയും മുന്നണി കൺവീനറെയും അറിയിച്ചിട്ടുണ്ട്. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിയും വരെ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ നിൽക്കണമെന്നും അതിനുശേഷം വേണ്ടത് ചെയ്യാമെന്നും പറഞ്ഞ് ബിനോയ് വിശ്വം സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെ സമാധാനിപ്പിച്ചു. ഇത് CPMനുള്ള വ്യക്തമായ മുന്നറിയിപ്പായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മുന്നണിയും സർക്കാരും പ്രതിസന്ധിയിലാകുമ്പോഴെല്ലാം CPI നേർവഴിക്ക് നടത്താനായി പലവട്ടം ഇടപെട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം CPM അതൊന്നും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. കേരളീയമടക്കമുള്ള ധൂർത്തിനെതിരെയും വിമർശനം ഉയർന്നിരുന്നു. മുന്നണി മര്യാദകൾ ലംഘിക്കുകയും കൂടിയാലോചനകളില്ലാതെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിൽ CPIക്ക് അമർഷമുണ്ട്. വിദേശ സർവകലാശാലകളുടെ കാര്യം CPMൽ പോലും ചർച്ചയുണ്ടായില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. സർക്കാർ മാത്രമല്ല, മുന്നണിയിലും പ്രശ്നങ്ങളുണ്ടെന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് നയങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ബജറ്റിലുണ്ടായതും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കം അതിനെ എതിർത്തതും. നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇടതുമുന്നണിക്ക് 2019 വലിയ പരാജയമായിരിക്കും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടാവുക.
അങ്ങനെയെങ്കിൽ CPI UDF-ലേക്ക് പോയേക്കുമെന്നാണ് വാദം മുറുകുന്നത്. അതിന്റെ സൂചനയായിരിക്കും ബിനോയ് വിശ്വം സംസ്ഥാന കൗൺസിലിൽ നൽകിയതെന്നും പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്.